ഞാൻ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഒന്ന് പോസിറ്റീവായിട്ടും എടുക്കാം, ഒന്ന് നെഗറ്റീവായിട്ടും എടുക്കാം. കാരണം ഇന്ന് അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണിവർ. ഒന്ന് നമുക്കറിയാം, വേടൻ. അപ്പം മറ്റൊരാളാണെന്ന് വെച്ചാൽ പ്രശസ്തനായിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. പിന്നെ രേണു സുധിയുണ്ട്. പക്ഷേ അവർ അവരുടേതായിട്ടുള്ള ലോകത്ത് അവരുടെ ഇഷ്ടാനുസരണം മറ്റാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ അവർ ജീവിക്കും. അതിൽ നമുക്കൊരിക്കലും അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവരെന്ന് വെച്ചാൽ ഈ രേണു കാരണം ഒരുപാട് പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേര് കാശുണ്ടാക്കുന്നുണ്ട്. കാരണം അവരുടെ ഓരോ വീഡിയോസിനെ കുറിച്ച് ഓരോന്ന് കമൻറ്റുകളൊക്കെ പറഞ്ഞും അതൊക്കെ ഒരു രസകരമായ കാര്യമായിട്ട് എടുത്തും അവരെ കളിയാക്കിക്കൊണ്ടും ഒക്കെ ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന രണ്ട് പേരാണ്. ഒന്ന് വേടനും, മറ്റൊന്ന് ബിജുവോ മറ്റോ അയാളും. കാരണം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇയാളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ബിജു എന്ന് പറയുന്ന ആളെ. അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ അവരുടെ വീഡിയോസ് കാണാറുണ്ട്. എനിക്കൊരിക്കലും നെഗറ്റീവൊന്നും തോന്നില്ല. ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആണെങ്കിൽ, ആ കൊച്ചു പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ നോക്കാറുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നിഷ്കളങ്കമായ ഒരു ഇതാണല്ലോ, എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ കാണാറുണ്ട്. അല്ല അയാളുള്ളതൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടത് അയാൾ എന്തോ തട്ടിപ്പ് നടത്തുന്നു, ആൾക്കാരെ പറ്റിക്കുന്നു, ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ടും വീണ്ടും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഇത് ഇപ്പം വാർത്തയിൽ യൂട്യൂബിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അയാൾ പറഞ്ഞതും അത് വേറെ ആൾക്കാർ യൂട്യൂബേഴ്സ് പറഞ്ഞതും ഒക്കെ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്തൊക്കെ കുറേ ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരുടെ ഭാഗത്തു നിന്നാണ് അടുത്തൊരു നെഗറ്റീവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ടാകുന്നത്, അവരെ അപ്പം തന്നെ പിടിക്കുക, എന്നിട്ടൊരു അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം കൊടുക്കുക എന്നുള്ള രീതിയിൽ. എങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാവരും ചേർന്നിട്ടാണ് ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നവരും കാണുന്നവരും എല്ലാവരും ചേർന്നിട്ടാണ് അയാൾക്ക് ആ കോടികൾ ഉണ്ടാക്കി കൊടുത്തത്, അല്ലേ? ഇന്ന് പറയുന്നു അയാൾ കോടികളുണ്ടാക്കി. അയാൾ ചുമ്മാതിരുന്ന് കോടികളുണ്ടാക്കി എടുത്തതല്ല, അയാളുടെ കഴിവനുസരിച്ച് ഓരോന്നും ചെയ്തു. അത് കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ അയാൾ കോടികളുണ്ടാക്കി. ഇത് ഞാൻ പറയുമ്പം എനിക്കതിലൊരു മനസ്സിനൊരു ഫീൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു ബോറടിക്കുന്ന പോലെയാണ്. കാരണം റേഡിയോ ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ല എന്ന് പറയുന്നത് പോലെ ഉള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിർത്തുന്നില്ല. അപ്പോഴും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഈ കാഴ്ചയിൽ എന്തൊക്കെയോ ഉള്ളതാണ് എല്ലാവർക്കും പ്രിയം. അതിലെന്താണ് യഥാർത്ഥത്തിൽ പറയുന്നതെന്നോ അത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനം ചെയ്യുന്നതാണോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. മനസ്സിന് സന്തോഷം എന്ന് ചിന്തിക്കുന്നുള്ളൂ, പക്ഷേ മനസ്സിന് സമാധാനം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് പണം കൊടുത്ത് നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കും, കാശ് കൊടുത്ത് ഡ്രസ്സ് വാങ്ങും, അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ച് കഴിക്കും, അപ്പോൾ മനസ്സിന് സന്തോഷം. അങ്ങനെ സന്തോഷം കിട്ടാനായിട്ട് കുറേ കാര്യങ്ങൾ. പക്ഷെ മനസ്സിന് സമാധാനം കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ല. ഇത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത്, മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുമ്പോഴേ വേണ്ട എന്ന് കരുതി പോകുന്നതാണ്. പക്ഷേ ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിന് സമാധാനമില്ലാത്ത ഒരു സ്റ്റേജിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് ഷെയർ ചെയ്യാൻ, അങ്ങനെയൊക്കെ മനസ്സ് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കേട്ടാൽ പ്രയോജനം ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്.
കാരണം ആ വക ചിന്തകളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ കൂടി കടന്നു പോകുന്നു. അത്ര ആ ചിന്തകളിലൂടെ എല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും കേൾക്കണ്ട. എല്ലാവരും ഈ ബിജുവിനെയും അങ്ങനെയുള്ള കുറേ പേരുടെ പുറകെ പോവാണ്. അപ്പം ബിജുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ കമൻറ്റ് വന്നു പെട്ടെന്ന് തന്നെ, സംഗീതം ഫാമിലിയാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. അങ്ങനെ കുറച്ച് കമൻറ്റ് വന്നു. അപ്പോൾ ഞാൻ അടുത്ത് കുറേ നാൾ കഴിയുമ്പോൾ ഈ സംഗീതം ഫാമിലിയും ആയിരിക്കും അടുത്തത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. എല്ലാവരെയും വളർത്തിക്കൊണ്ട് വരുന്നതും ഈ യൂട്യൂബ് കാണുന്നവരാണ്. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ തിരിയുന്നതും ഇവർ തന്നെയാണ്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടൈം പാസിനായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ രസകരമായ കാര്യങ്ങൾ. അപ്പം പറയുന്നുണ്ട് ബിജുവിൻ്റെ വീഡിയോസൊന്നും കൊള്ളില്ല, ഞാൻ പണ്ടേ അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, അയാൾ അങ്ങനത്തവനാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ. പിന്നെ അവരുടെ ഭാര്യയെക്കുറിച്ച് പറയുന്ന അവർ ഭയങ്കര ജാടയാണെന്ന് പറയുന്നു, ആ ഒരു കണ്ടൻറ്റ് ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുകയാണെന്ന് പറയുന്നു. എന്തായാലും മൊത്തം അയാൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോഴും എതിരായിട്ട് ഇത്രയും കമൻറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം അയാളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും മിക്കവാറും, അല്ലേ? അയാൾക്ക് നല്ല എത്രയാണോ മില്യൺ എത്രയൊക്കെ അയാൾക്ക് സബ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ യൂട്യൂബ് കൊടുക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ വാർത്തയിലൊക്കെ വന്നതാണ്. ആ ഒരു ലെവലിലേക്ക് ഇയാളെ വളർത്തിക്കൊണ്ട് വന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ അയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട്, ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം അയാൾക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അയാൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയായില്ലേ. ഇത് ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരു ചാനലിൽ കണ്ടിരുന്നു. അപ്പോൾ അന്ന് ഭാര്യയൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ട് സംസാരിക്കണം. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി അയാളുടെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അയാൾ പറയുന്നത് അയാൾക്ക് വിവാഹം പോലും കഴിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല, പെണ്ണ് കിട്ടത്തില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ആ ഒരു സ്ത്രീയെ കൂടെ കൂട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ ചെയ്ത വീഡിയോസിൽ എന്തൊക്കെയോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതുണ്ടായിരുന്നു, അവരവരുടെ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ടായിരുന്നു, എന്നുവെച്ചാൽ മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളുണ്ട്. അത് കണ്ടിട്ടാണ് ഇത്രയും ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്തത്, അല്ലേ? അല്ലാതെ അയാൾ ആരുടെയും വീട്ടിൽ വന്നിട്ട് മര്യാദയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് കത്തിയും കൊണ്ട് ഭീഷണിയൊന്നും പെടുത്തിയില്ല. നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും അത് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് അയാളൊരു നെഗറ്റീവ് ഒരു ഇമേജ് ഉണ്ടാക്കുന്ന എന്തോ കാര്യത്തിൽ പെട്ടതുകൊണ്ട് ലക്കി ഡ്രോ എന്തോന്ന് ഞാൻ വിശദമായിട്ട് കേൾക്കാൻ നിന്നില്ല. കാരണം നമ്മളതിനെ ഒരിക്കലും അയാളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല. അപ്പം പിന്നെ നമ്മളെന്തിന് സപ്പോർട്ട് കൊടുക്കാത്ത, നമ്മളെന്തിന് ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നു? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഈ ക്യാപ്ഷൻ പോലെ കൊടുത്തേക്കുന്നത് മാത്രമേ ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. എന്തോ തട്ടിപ്പാണെന്നോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കമൻറ്റുകൾ ഇങ്ങനെ കണ്ടു, അല്ലാതെ എന്താണെന്ന് അറിയത്തില്ല. കുറേ വണ്ടിയുടെയൊക്കെ പടമൊക്കെ ഉണ്ട്, അയാളവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് സംഭവം. എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്തായാലും എല്ലാ യൂട്യൂബ് കാണുന്നവരെല്ലാവരും കൂടെ ചേർന്ന് അയാളെ വളർത്തി അങ്ങ് മുകളിൽ കൊണ്ട് നിർത്തി വെച്ചിട്ട് അയാളെ വീണ്ടും താഴേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ്. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? അയാൾക്ക് സമ്പാദിക്കാനുള്ള അത്ര അയാൾ സമ്പാദിച്ചു കഴിഞ്ഞു. ഇനി അയാൾ അങ്ങനെ തന്നെ പോകും. പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായാലും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും കാണും, അല്ലേ? അതുകൊണ്ട് അയാൾ സുഖമായിട്ട് ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. അതിലൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അയാളോട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയത്തുമില്ല. ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ അയാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല. അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ടൊരു സപ്പോർട്ട് കൊടുക്കാത്തപ്പോൾ അയാൾ എങ്ങനെയായാലും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ സപ്പോർട്ട് ചെയ്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞങ്ങളും കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ ഒരു നിലയിലെത്തിയത്. അപ്പം ഞങ്ങൾ ചോദിക്കാനുള്ള മറുപടി നിങ്ങൾ തരണം എന്ന് ചോദിക്കാൻ ഈ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്, അല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയം അയാൾ ഇടുന്ന ഓരോ
വീഡിയോസും കണ്ടിട്ടാണ് അയാൾക്ക് ആ നിങ്ങളുടെ സമയത്തിൻ്റെ വിലയാണ് അയാൾക്ക് വരുമാനമായി കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ കുറേ ചാനലിൽ എടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കുന്ന ചിരി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം പ്രഗ്നൻസി കഥകളാണ് കുറേ കൂടുതലും കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫോൺ കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ കണ്ടതാണ് ഇവരുടെ ഈ ചാനലിൻ്റെ ആഡ് പോലെ ഇങ്ങനെ ഗൂഗിൾ ന്യൂസിനകത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ കവിക്ക് വിശേഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഒരെണ്ണമാണ് ഞാൻ പണ്ട് കണ്ടെത്തി. ഞാൻ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പിന്നീട് ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴെല്ലാം കാണുന്നത് ഇവരുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാം. അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ ഇങ്ങനെ ആഘോഷമാക്കി അതൊരു എന്താ പറയുക ഒരു കണ്ടൻ്റ് ആക്കിക്കൊണ്ട് അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത് തുടക്കം ഇത് പറഞ്ഞുകൊണ്ട് ഒരു 15 മിനിറ്റത്തെ കണ്ട. അപ്പോൾ അവിടെ സൈഡിൽ തന്നെ ഇത്ര മിനിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും മിനിറ്റ് അവർക്കത് പറയാനുള്ള സമയമായി, അത്രയും മിനിറ്റ് ആളുകൾ കേൾക്കുകയും ചെയ്യും. അങ്ങനെ തുടർന്നുള്ള ഓരോ കാര്യങ്ങളും അവർ ഇത്തരത്തിൽ ഓരോ കണ്ടൻറ്റുകളായിട്ട് എടുത്ത് അവരുടെ കാര്യങ്ങൾ പങ്കുവെച്ചു. പിന്നെ അവർക്കതുവഴി വരുമാനം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാനലിൽ ഓരോന്നിങ്ങനെ മാറി മാറി പോകുമ്പോഴറിയാം പുതിയ വീട് ഇതേ പറഞ്ഞുകൊണ്ട് വിരലും ചൂണ്ടിക്കൊണ്ട് ആ പെണ്ണ് നിൽക്കുന്നതും അവരുടെ ബന്ധുക്കളൊക്കെ നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ. അപ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രാവശ്യം ഇവരുടെ ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പം ഞാൻ കണ്ട അവർക്ക് ഒരു വീടുണ്ട്, പുതിയ വീടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ചേച്ചിയുടെ വീട്ടിലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയും ചൂണ്ടി നിൽക്കും, വിരലും ചൂണ്ടി നിൽക്കും. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ യൂട്യൂബ് വരുമാനം കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. പിന്നെ ചിലരുണ്ട് വന്ന വഴി മറക്കാത്തവരുണ്ട്. ചിലരെന്താണ് കാശൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പം എനിക്ക് ഇത്രയൊക്കെ ആയി, ഇനിയിപ്പോൾ എല്ലാവരും കണ്ടോളും, ഞാൻ എന്ത് ചെയ്താലും കാണാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ കരുതുന്നവരും ഈ സബ്സ്ക്രൈബ് ചെയ്തവരെയും അല്ലെങ്കിൽ അവരുടെ വിലപ്പെട്ട സമയത്തിനും വില കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അതിനെല്ലാം ഇഷ്ടംപോലെ കമൻറ്റുകൾ ചെല്ലും. അപ്പോൾ എല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കാൻ ഒരുപാട് കമൻറ്റ് ആകുമ്പോൾ പലർക്കും പറ്റണമെന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയുക, നമുക്കൊരു ഒന്നുമല്ലാത്തൊരു ജീവിതം പെട്ടെന്ന് പച്ച പിടിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്ഥാനം ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പം ചിലർക്കതൊരു എന്താ പറയുക എടുത്താൽ പൊങ്ങാത്ത കാര്യം പോലെ ആയിപ്പോവും. കാരണം അത്രയും വലിയ ഒരെന്തോ ഒന്ന് കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് അവർ നേരത്തെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോയിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൽ അഹങ്കാരവും ഒരു ഭാവവും ഒക്കെ ആയിട്ട് നടക്കുന്നതായിട്ട് ഉള്ളത്. ചിലർക്കൊക്കെ അതുണ്ട്. എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്താണ് ഇവർ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലൊക്കെ ഉള്ള ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു, അവർ പാചകം ചെയ്യുന്ന സ്ഥലത്തെ കാര്യം അവർക്കും ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ട്. അവരുദ്ദേശിക്കുന്നത് എന്താണ്, അവർക്ക് അപ്പം നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ആ ചെറിയ വീട് വലിയ വീടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചെറിയ വീടെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, പഴയ മോഡലിൽ ഓടിട്ട വീട്, അതാണ് പെയിൻ്റൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ മോഡൽ, അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ എന്താണ് ഈ വീടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വലിയൊരു വീടൊക്കെ വയ്ക്കണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. അതിനായിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു കണ്ടൻറ്റ് കിട്ടുക എന്നുള്ളതാണ് എല്ലാവർക്കും പ്രിയമുള്ളത്. എന്തായാലും എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുവരെയും ഞാൻ അങ്ങനെ തന്നെ ആണ് പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ നമ്മൾ അല്ലാതുള്ള കാര്യങ്ങൾ മനസ്സ് ടച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. വ്യൂസ് കുറഞ്ഞാലും സാരമില്ല, ഒരാളെങ്കിൽ ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അപ്പോൾ ബിജുവിൻ്റെ ചാനലും അങ്ങനെ പോകുന്നു. എന്തായാലും അയാൾക്ക് ഇങ്ങനെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും, അത് അല്ലെങ്കിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ എന്താ പറയുക, എത്ര മോശമാക്കാൻ ശ്രമിച്ചാലും കുറേ ആളുകളെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും. ഇനി ഏതായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ഇനി വേണ്ട എന്നൊന്നും വയ്ക്കാൻ പോകുന്നില്ല. അങ്ങനെ വെച്ചാലും അവർക്ക് ജീവിക്കാനുള്ളത് അവർ സമ്പാദിച്ചിട്ടുണ്ടാവാം.
ഇതൊക്കെ കണ്ട വെച്ചാൽ അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വർണ്ണം എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള ആഭരണങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒക്കെ എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിനകത്തിലൊരു കൊച്ചുണ്ടല്ലോ, അപ്പോൾ ആ കൊച്ചിൻ്റെ പടം, ആ കൊച്ചിൻ്റെ കഴുത്തിലിങ്ങനെ മാല വെച്ച് കൊടുക്കുന്നതായിട്ടിങ്ങനെ, അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ചിത്രം. അപ്പോൾ എനിക്കൊന്ന് അവർക്ക് അത്യാവശ്യമൊക്കെ കാശായാലും എല്ലാവർക്കും അവർ കൊടുക്കാനുള്ളതൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. എന്തായാലും അയാൾ തട്ടിപ്പുകാരനാണ്, അയാൾ അതിനു വേണ്ടി കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തട്ടിപ്പുകാർ വരും, പല രീതിയിൽ വരും, പല രൂപത്തിൽ വരും, പല ഭാവത്തിൽ വരും. നമ്മളെന്തിന് അവരുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കണം, എന്നെ ഈ തട്ടിപ്പിൽ ഉൾപ്പെടുത്തിക്കോളൂ എന്നും പറഞ്ഞ് നിന്നു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. ഈ തട്ടിപ്പിൻ്റെ ഓരോരോ വാർത്തകൾ ദിവസവും വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട്. എത്ര വന്നാലും പഠിക്കത്തില്ല, അല്ലെങ്കിൽ എത്ര വന്നാലും ഇനി എനിക്ക് ചിലപ്പം ലക്ഷങ്ങൾ കിട്ടിയാലോ കോടികൾ കിട്ടിയാലോ എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്ന ആളുകളുണ്ട്. എത്ര ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന തുക അതെന്തായാലും അത് നമുക്കൊപ്പം കാണും. അല്ലാതെ എളുപ്പമാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഒപ്പം അധിക നാളും ഉണ്ടാവില്ല. അതെന്ത് കാര്യമായാലും. നമ്മൾ പേരെടുത്താലും ഇപ്പം ബിജു എന്നങ്ങനല്ല, ബിജു അയാൾ എത്ര വലിയ പേരെടുത്ത ഒരു യൂട്യൂബറാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തിരിഞ്ഞു പോയില്ലേ? അങ്ങനെയൊക്കെയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എപ്പോഴും ഒരു നന്മ ഉണ്ടാവണം. നമ്മളെ വിശ്വസിച്ച് ഓരോരുത്തർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ വിശ്വാസം നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം. നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് മറ്റുള്ളവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ ചാനൽ കേൾക്കാനായിട്ട് അവർ മാറ്റി വയ്ക്കുന്നത് എന്നുള്ള ബോധം എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടാവണം. ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്തും പറയാം, എന്ത് തോന്നിയത് വാസ്തവം കാണിക്കാം എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. എപ്പോഴും നല്ല സന്ദേശങ്ങൾ മാത്രം കൊടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞല്ലോ, +1 ആയപ്പോൾ ഒളിച്ചോടിപ്പോയ ആ പെൺകുട്ടിയും ആ പയ്യൻ്റെയും വിവാഹം കഴിഞ്ഞ് 18 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ. അപ്പം ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാനിങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരേ ഇൻ്റർവ്യൂ അവരുടെ ഇങ്ങനെ നോക്കി പെൺകുട്ടിയുടെ പേര് എന്താണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെഡിങ് ഞാൻ നോക്കാറുണ്ട്, അവരെന്ത് എഴുതിയിരിക്കുന്നത്. അപ്പം അവർ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒരു നെഗറ്റീവ് ഇമേജ് ഇനിയത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ എളുപ്പം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഒരു ഫോണുണ്ട്, ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ ഓക്കെയാണ്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് നെറ്റ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സർക്കാരിൻ്റെ ഓഫീസുകളൊക്കെ. അപ്പം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആണ്, വൈഫൈ ആണ്. അപ്പോൾ അവിടെ ചെന്നിരുന്നാലും ഡേറ്റ ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇവർ ഒളിച്ചോടി വിവാഹം കഴിച്ചു. അപ്പോൾ അതൊക്കെ വീഡിയോ ഇട്ടു, അതൊക്കെ അങ്ങ് ഫേമസായി. അതിനുശേഷം ഇവരെ അങ്ങ് എല്ലാവരും യൂട്യൂബേഴ്സ് എല്ലാം വിളിച്ചങ്ങ് ഇൻ്റർവ്യൂ ചെയ്യാണ്. അതെല്ലാം നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയ കാര്യമാണ്. ഇവരെന്ത് ചെയ്തു? അവർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അവരുടെ താഴെ പേരെഴുതിയിട്ടുണ്ട് അവരുടെ സ്വന്തം, അവരാണ് ഇന്ന് സംസാരിക്കുന്നത് അവർ. അപ്പം എന്തായി? അവരുടെ ജീവിതം തുടങ്ങുകയും ചെയ്തു. അവർക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ട്, അവർക്ക് വരുമാനമായി. ഒറ്റ ദിവസം കൊണ്ടൊക്കെ വേണമെങ്കിൽ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആകും. അത്രയ്ക്കും ഡിമാൻഡാണ് ഈ ഒരു ടൈം. അതുകൊണ്ട് അവർക്കിനി എന്ത് ചെയ്യും? സുഖമായിട്ട് അവരുടെ ചാനലിലൂടെ 10 രൂപ കിട്ടും. അതുകൊണ്ട് അവർക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. ഇത് കണ്ട് മനസ്സിലാക്കുന്ന തലമുറ എന്ത് ചെയ്യും? നമുക്കും ഇതുപോലെ ഒളിച്ചോടാം, അപ്പം നമ്മുടെ ചാനലിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്കും ഇതുപോലെ ചാനലുണ്ടാക്കാം, അങ്ങനെ നമ്മളും ഫേമസ് ആകും, ആ ചാനലിൻ്റെ വരുമാനം കൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കാം എന്നൊക്കെ. അപ്പം പെൺകുട്ടി ഭയങ്കര സ്മാർട്ടായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിലൊരു ദേഷ്യം തന്നെ തോന്നിപ്പോയി. മറ്റൊന്നുമല്ല, അത്ര ഒരു കൂസലും ഇല്ലാതെ എന്നൊക്കെ പറയത്തില്ലേ, ഞാനിങ്ങനെയാണ്, ഞങ്ങൾ പോയി, അതിനിപ്പോൾ എന്താണ് ഈ ഒരു രീതിയിൽ അച്ഛനും അമ്മ അങ്ങനെ ഈ രീതിയിൽ ഒരു മര്യാദ
അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ നിന്നിങ്ങ് പോന്നു. അവരുടെ ആ ഒരു ഫീലിംഗ് ഇതൊന്നും ആ പെൺകുട്ടിയുടെ മുഖത്തോ ആ വാക്കുകളിലോ ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. വെറും കൂളായിട്ടിരുന്നാണ് ആ പെൺകുട്ടി ഓരോന്നിനും ഉത്തരം കൊടുക്കുന്നത്. ഒരു വിഷമോ മുഖത്തൊരു ഭാവ വ്യത്യാസമൊന്നുമില്ല. അവർ ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ആ ഒരു സന്തോഷം അങ്ങനെ തന്നെ പോട്ടെ. പക്ഷേ ഇത് ഒരുപാട് പേര് മാതൃകയാക്കും, ഉറപ്പ് കാര്യമാണ്. കാരണം ഇപ്പോൾ അവരുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കാം. അന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ എത്ര സമയമുണ്ട് മൊത്തം അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്ന കണ്ട് ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് രണ്ടുപേര്. അപ്പം താഴെ എഴുതി വയ്ക്കുമല്ലോ എന്താണ് കണ്ടൻറ് എന്നുള്ളത്. കിടക്കുന്നതിനടുത്ത് അവർ അങ്ങനെ പോകുന്നു. അപ്പം നല്ല മാർക്കുണ്ടെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത വേറെ കോളേജിലാണ് എന്നൊക്കെ ഇത്രയൊക്കെ ഞാനും കേട്ടത്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് ജീവിക്കട്ടെ. പക്ഷേ എത്രയെന്ന് പറഞ്ഞാലും നാളെ അവർക്കും മക്കളുണ്ടാവും. അവരുടെ മക്കൾ അവരോടിങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് അച്ഛൻ്റെ അമ്മയുടെയും വേദന എന്താണെന്ന് അറിയുള്ളൂ. എല്ലാവരും ഇതാരെങ്കിലുമൊക്കെ ചെറിയ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട്, വിവാഹം കഴിക്കാത്തവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. ചിലപ്പോൾ മറ്റാരും സഹായിക്കാനും കൂടി ഇല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ വരെ 10-18 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. താൻ കുഞ്ഞായിരുന്നു, തൻ്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയിട്ടാണ് ഈ ഒരു രൂപവും ഈ ഒരു ഭംഗിയായാലും ഈ ഒരു രീതിയിൽ നിന്ന് സംസാരിക്കാനായാലും ഇത്ര ഒരു വിദ്യാഭ്യാസമായാലും അവരുടെ വിയർപ്പിൻ്റെ അംശമാണ്. നിൻ്റെ ശരീരം പോലും അതാണ് അല്ലേ. അവരുടെ ചോര നീരാക്കി എന്നൊക്കെ പറയുന്ന പോലെ ചോര നീരാക്കിയിട്ടുള്ള അതിൽ നിന്നാണ് നിങ്ങളുടെ ഒരു ജീവിതം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ കാണുമ്പോൾ ഇന്ന് ഇഷ്ടമാണ് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന രൂപത്തിലോ സ്വഭാവത്തിലോ ആക്കി മാറ്റിയത് നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പം മറ്റൊരാൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൊണ്ടും അല്ലെ എൻ്റെ ജീവിതമാണെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി തിരിച്ചു പോയിട്ട് പോകുന്നു. അത് ഓരോരുത്തർ ഇഷ്ടം, എൻ്റെ ജീവിതം എന്നൊക്കെ പറയാം, സ്വതന്ത്രമായ ചിന്താഗതി. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ ഓരോ ചാനലിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ ഇത് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ കേട്ടിട്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ വന്ന് പറയുമ്പോൾ പലപ്പോഴും അവർ തലകുനിച്ച് പോകുന്നുണ്ടാവാം, ഒരുപാട് വേദനിക്കുന്നുണ്ടാവാം. എനിക്കിങ്ങനൊരു മകൾ അല്ലെങ്കിൽ മകൻ ഉണ്ടായിപ്പോയല്ലോ എന്ന ഒരു വേദന അവരുടെ ഉള്ളിൽ കാണും. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്കും ഇതുപോലെ ഒളിച്ചോടാം, എന്നിട്ട് ഇങ്ങനെയൊക്കെ യൂട്യൂബിലിടാം, എന്നിട്ട് അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരും. അപ്പം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങൾക്കും വരുമാനമാകും. ആ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഒരു കാര്യത്തിനും എന്ത് കാര്യത്തിനും അധികം നാളൊന്നും ആയുസ്സൊന്നും കാണുകയില്ല. അല്ലെങ്കിൽ നമ്മളതുപോലെ നിൽക്കണം എല്ലാ കാര്യത്തിലും. യൂട്യൂബ് ചാനലിൽ നിന്ന് എന്നും വരുമാനം കിട്ടും എന്നൊന്നും വിചാരിക്കല്ലേ. എന്നും നമ്മുടെ ചാനൽ എല്ലാവരും കാണുമെന്നും വിചാരിക്കല്ലേ. ഇന്ന് നമുക്ക് 10,000-കണക്കിന് ആളുകൾ നമ്മളെ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനുണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പം ഒരു 5-10 പേരായിരിക്കും നമ്മളെ കേൾക്കാനും കാണാനും ഉണ്ടാവുക. മനസ്സിലായി? അപ്പം നമ്മൾ ഒന്നിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കല്. അതുണ്ടല്ലോ എന്ന്. പക്ഷെ ഒന്ന് മാത്രം നമുക്ക് എപ്പോഴും കൂട്ടായിട്ടുണ്ടാകും, നമ്മുടെ വിദ്യാഭ്യാസം. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പോകുമ്പോഴും നമ്മുടെ കൂടെ തന്നെ വരും, ഇല്ലേ? നമ്മളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വേറെ ആർക്കും ഒന്നും നേടാനില്ലല്ലോ. അപ്പോൾ അത് എല്ലാവരും ഓർത്ത് വയ്ക്കുക, മാക്സിമം പഠിക്കുക, നല്ലൊരു ജോലിയിലേക്ക് എത്തുക, അനുയോജ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്തിയിട്ട് വീട്ടുകാരോട് പറഞ്ഞിട്ട് വീട്ടുകാരുടെ ഇഷ്ടത്തോടെ സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ രീതിയൊന്നും പിന്തുടരുന്നത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ശാശ്വതമായൊരു ജീവിതം, നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട.
അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇങ്ങനെയുള്ളത്. ഇനി നമ്മുടെ വേടനെക്കുറിച്ച് പറയാം. ഈ വേടൻ എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായപ്പോഴാണ്, അന്നാണ് ഞാൻ ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നത്. കാരണം ന്യൂസ് മുഴുവനും ഇയാളെക്കുറിച്ചാണ്. അപ്പം ഞാനിങ്ങനെ അന്നൊക്കെ കുട്ടികളുമായിട്ട് വെക്കേഷൻ ടൈമാണ്, കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ നിങ്ങൾ ഈ വേടൻ കേട്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ വേടൻ ഞങ്ങൾക്കറിയാം, നല്ല പാട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ആണോ നിങ്ങൾക്കൊക്കെ ഇത്ര അറിയാമോ? എനിക്ക് പക്ഷേ ഇന്നാണ് ഞാൻ കേൾക്കുന്നത്. ഈ വാർത്തയിൽ ഇയാളുടെ പേര് വന്നപ്പോഴാണ് ഈ വേടൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ പേര് എന്താണ്, ഹിരൺ ദാസോ അങ്ങനെ മറ്റോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു പേരാണ് എന്നൊക്കെ ഞാനിപ്പോഴാണ്. അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മാത്രം അറിയത്തില്ല. പിന്നെ അങ്ങോട്ട് ഈ വേടനെക്കുറിച്ചുള്ള കാര്യം. അപ്പം ഹസ്ബൻഡാണെങ്കിൽ ഫോണിലിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പാട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കേൾക്കുന്ന കേൾക്കാം. അപ്പം കുഞ്ഞു അടുത്ത് പോയെന്ന് കേട്ടിട്ട് അപ്പം ഹസ്ബൻഡ് പറഞ്ഞത് വേടൻ ചേട്ടനാ മോനെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട്, ഇപ്പോൾ ഈ പുള്ളിയുടെ പാട്ട് കേട്ടാൽ ഇയാളെ എവിടെ കണ്ടാലും അപ്പോൾ എൻ്റെ കുഞ്ഞു പറയും വേടൻ ചേട്ടൻ വേടൻ ചേട്ടൻ്റെ പാട്ടമ്മേ എന്ന് പറയും. അപ്പം ഞാൻ അപ്പം ഞാൻ ഈ വരികളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കി. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഏത് രീതിയിലായാലും അയാൾ എന്താണ് പാട്ടിലൂടെ പറയുകയാണ്. അതൊക്കെ പറയാനുള്ള ഇത് നമ്മളൊരു പ്രസംഗം നടത്തുന്നു, അല്ലെങ്കിൽ ഒരാളെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം തന്നെ ഒരു പാട്ടിലൂടെ അയാൾ പറയുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ റിട്ടയറായതാണ്, പുള്ളിക്കാരനിങ്ങനെ ഇതുപോലുള്ള ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ കമൻറ്റ് പറയുന്ന കൂട്ടത്തിലാണ്, TV ചാനലിലൊക്കെ ഉള്ളതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ എന്ന് പറയണം, വേടൻ അയാളെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ നിരീക്ഷണത്തിലായിരുന്നു, അങ്ങനെയാണ് കഞ്ചാവുമായിട്ട് പിടിച്ചത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കപ്പോൾ അയാളോട് ചോദിക്കാൻ തോന്നിയൊരു കാര്യമുണ്ട്. നിങ്ങൾ വേടൻ അങ്ങനെ ഒരാളാണ് എന്ന് കരുതി വേടനെ നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇനിയും വേടനെ പോലെ കഞ്ചാവ് ആരും ഉപയോഗിക്കാതിരിക്കാൻ, ഇത് കേരളത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നു? എല്ലാവരും വേടനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ച് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഒരാൾ അയാൾ ഫേമസ് ആയതുകൊണ്ട് മാത്രമാണ് അയാളുടെ ചുറ്റും പോലീസ് ഇങ്ങനെ നിന്നത്, അയാൾക്കിനി കഞ്ചാവാണോ മയക്കുമരുന്നാണോ എന്നുള്ളത്. പക്ഷേ ഈ ഫേമസ് അല്ലാത്ത ഒരുപാട് വ്യക്തികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ അവരെയൊക്കെ ആരാണ് ശ്രദ്ധിക്കുക? അതോ ഫേമസ് ആയവരെ മാത്രമേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാറുള്ളൂ, പോലീസുകാർ? അപ്പോൾ ഫേമസ് ആയെങ്കിൽ മാത്രമേ എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വവും ഒരു പൗരന് ഉണ്ടാവുകയുള്ളൂ. ഫേമസ് അല്ലാത്തവരുടെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനവും ഇപ്പോൾ ഇല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പം നമ്മളെ പോലീസ് ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ഫേമസ് ആകണം, നമ്മളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുന്നു അല്ലേ? പക്ഷേ ഇതൊക്കെ ഒരാൾ ഫേമസ് ആണോ അല്ലേ എന്നുള്ളതിലൊന്നും കാര്യമില്ല. കുട്ടികൾ അവരുടെ ജീവിത സാഹചര്യം, അവരുടെ കളിസ്ഥലങ്ങൾ, അവർ പഠിക്കാൻ പോകുമ്പോൾ സ്കൂളിൻ്റെ പരിസരം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഈ വേടനെ എത്രമാത്രം ശ്രദ്ധിച്ചോ അതിൻ്റെ പകുതി ശ്രദ്ധ ഈ സ്കൂൾ പരിസരത്തൊക്കെ പോലീസുകാർ ശ്രദ്ധിച്ചാൽ കുട്ടികൾ ആരും ഈ ഭാഗത്തേക്ക്, ഈ മോശം ഒരു ഗ്യാങ്ങിലേക്ക് ഒന്നും പോയി വീഴില്ല. ഏതു നേരം ഈ വേടൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോരുത്തരെ കാണുമ്പോൾ നമുക്കറിയാം അയാളുടെ രീതികളൊക്കെ എങ്ങനെയാകുമെന്ന്. അയാൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഞാനിങ്ങനെ 1-2 വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ പാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, പക്ഷേ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യം അയാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ എനിക്ക് ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനതിൽ വീണു പോയത്, നിങ്ങളാരും അതിൽ വീണു പോകരുത്, അത് നാശമാണ് എന്നെല്ലാം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ വലിയൊരു കാര്യമാണ്, എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലുള്ളവർ നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളിൽ അമിതമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ട്
അവരെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ പൊയ്ക്കോളൂ അല്ലേ, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, നിങ്ങളതിലൊന്നും ഒരു കുഴിയിലും വീണു പോവില്ല എന്നിട്ടുള്ള അമിതമായിട്ടുള്ള വിശ്വാസം. ചിലർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ എന്തോ ഒരു കുറച്ചിൽ അല്ലെങ്കിൽ മടിയാണ്. അയ്യോ എൻ്റെ കുഞ്ഞ് അങ്ങനൊന്നുമല്ല, അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നുമല്ല, പിന്നെ എന്തിനാണ് അവനോട് ഇതൊക്കെ സംസാരിക്കുന്നത്, ചോദിക്കുന്നത്, അവന് വിഷമമായാലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു തെറ്റായ ചിന്താഗതിയാണ്. നമ്മളവർക്ക് ഇവർക്കൊന്നും ഇതൊന്നും അറിയില്ലെന്ന്, പക്ഷേ നമ്മളെക്കാട്ടും കൂടുതൽ അറിയാവുന്നത് അവർക്കായിരിക്കും. അതുകൊണ്ട് കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണം. എന്തായാലും സമൂഹത്തിനോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഭരണാധികാരികളോട് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം വേടൻ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും പല ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള സിനിമയിലായാലും ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ കാമുകനെക്കുറിച്ചോ കാമുകിയെക്കുറിച്ചോ ഒന്നും ആരും പുറത്ത് പറയാറില്ല. പൊതുവെ അബദ്ധത്തിലെങ്ങനെ അറിഞ്ഞാലേ ഉള്ളൂ. പേര് പറയാത്തവർ, ആണെന്ന് പരിചയപ്പെടുത്താത്തവരൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ പറയുന്നുണ്ട്, ഇത് എൻ്റെ കാമുകിക്ക് വേണ്ടി എഴുതിയതാണ്, കാമുകിയെ ഓർത്ത് എഴുതിയതാണ്, അയാളുടെ കാമുകി ആരാണെന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ അതിൽ ഞാനൊരു പോസിറ്റീവ് കണ്ടത്, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്, അത് ഇന്ന ആളാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അയാളുടെ ആ സ്നേഹം അയാളുടെ പാട്ടിലൂടെ അയാൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാട്ടിന് താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു, അവൻ പാവമാണ്, അവനെ ചതിക്കല്ലേ. ചിലർ പറയുന്നത് നിനക്ക് പറ്റിയ പെണ്ണേയല്ല, അങ്ങനെ ഇങ്ങനെ. പക്ഷേ അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. വേടൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അയാൾക്കിഷ്ടം ആ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിക്ക് അയാളെ ഇഷ്ടമാണ്. പിന്നെ ആർക്കാണ് പ്രശ്നം? ഇല്ലേ, മറ്റുള്ളവർക്ക് ആർക്കുമില്ല. പിന്നെ ഒരാളുടെ ലുക്ക് കണ്ടിട്ട് അവൻ നല്ലവനാണ് മോശമാണ് എന്നൊന്നും വിചാരിക്കല്ലേ. അയാളുടെ മനസ്സെന്താണെന്ന് ആ പെൺകുട്ടിക്കും അറിയാം, ആ പെൺകുട്ടിയുടെ മനസ്സെന്താണെന്ന് അയാൾക്കും അറിയാം. അപ്പം നമ്മൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ കയറി ഒരുപാട് സംസാരിക്കാനോ കമൻറ്റ് പറയാനോ ഒന്നും പോകാതിരിക്കുക. പകരം അയാളുടെ പാട്ടിനെക്കുറിച്ചും അയാളുടെ പെർഫോമൻസിനെ കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാം, കമൻറ്റ് ചെയ്യാം. അല്ലാതെ അനാവശ്യമായ രീതിയിൽ ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറി ചെന്ന് ഒന്നും പറയാതിരിക്കാം. അപ്പോൾ അവിടെ ഇല്ലാണ്ടാകുന്നത് അല്ലെങ്കിൽ ചെറുതായി പോകുന്നത് ഈ കമൻറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നവർ തന്നെയായിരിക്കും. എന്തായാലും അയാളുടെ ഇഷ്ടം അയാൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള സിനിമ നടന്മാരോ നടിമാരോ ഒന്നും ഇതൊന്നും പുറത്ത് പറയാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പറയാത്തതെന്ന്? പറയാത്തതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരിത് പുറത്ത് പറയാത്തതെന്ന്. അത് അവരുടെ ഒരു ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്ന പോലെ ഒന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഒരിക്കലും അനുകൂലമാവില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവരത് പറയാത്തത് കൂടുതൽ പേരും. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതമാണ്, നമുക്കൊന്നും കൂടുതൽ പറയാനില്ല. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചത് 2 നെഗറ്റീവുകളും ഒരു പോസിറ്റീവിനെയും കുറിച്ചാണ്. അപ്പം ഈ പറയുന്ന ഈ 4 വ്യക്തികൾ, ഈ ബിജു എന്ന് പറയുന്നതും മറ്റേ പൂജയും ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയും അവളുടെ ഭർത്താവിനെക്കുറിച്ചും പിന്നെ നമ്മുടെ വേടനെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇവരെല്ലാവരും വ്യത്യസ്ത രീതിയിൽ യൂട്യൂബിലൂടെ സഞ്ചരിക്കുന്നവർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവരെല്ലാവരെയും ഈ ഒരു ലെവലിൽ എത്തിച്ചതും യൂട്യൂബ് കാണുന്ന ഓരോ വ്യക്തികളുമാണ്. പിന്നെ ഒരു കാര്യം പറയാണ്, വേടനെ കാണാനായിട്ട് പോയിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കി അപകടങ്ങളൊന്നും ആരും വരുത്തി വയ്ക്കല്. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. കുറേ സ്ഥലത്ത് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് അയാളിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ചാടാതിരിക്കുക. പാട്ടുകളൊക്കെ യൂട്യൂബിലുണ്ട്. ഇപ്പം യൂട്യൂബിലിങ്ങനെ കിടക്കുന്നുണ്ട്, വരികൾ സഹിതമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണാനും കേൾക്കാനും പറ്റും. വെറുതെ തിക്കും തിരക്കൊന്നും ഉണ്ടാക്കരുത്. വളർത്തിയിട്ട് അത് ഇല്ലാണ്ടാക്കുന്ന കാര്യമില്ല. കാര്യങ്ങളൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. മനസ്സിൻ്റെ സന്തോഷത്തിന് മാത്രം ജീവിക്കാതെ മനസ്സിൻ്റെ സമാധാനത്തിനും കൂടി വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാവരും കണ്ടെത്തിയാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം.